ഹലോ ഗൈസ്, നമുക്കൊരു ലൂബിക്കച്ചർ ഉണ്ടാക്കിയാലോ. ഭയങ്കര എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ. നമുക്ക് ആദ്യം വേണ്ടത് നമ്മുടെ മെയിൻ താരമായിട്ടുള്ള ലൂബിക്കയാണ്. നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആദ്യം കഴുകുക, വൃത്തിയാക്കുക. അതിനുശേഷം നമ്മൾ കുറച്ച് ഉപ്പ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് ഉണക്കാൻ വേണ്ടി വെക്കണം. നമുക്കിത് 2-3 ദിവസത്തേക്കൊക്കെ വെക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത് ബാക്കി ഒരു ദിവസത്തേക്കേ നമ്മൾ ഉണക്കാൻ വെച്ചിട്ടുള്ളൂ. ഓക്കെ, ഇനി ഒരു പാൻ എടുത്താൽ ചൂടായതിന് ശേഷം നമ്മൾ നല്ലെണ്ണ ഇട്ട് ഇവിടെ എടുത്തേക്കുന്നത്. എന്നിട്ട് കടുക് ഇട്ടത് പൊട്ടിയതിന് ശേഷം നമ്മൾ കുറച്ച് സംഭവങ്ങൾ ആഡ് ചെയ്യണം. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, വേപ്പില, പിന്നെ കുറച്ച് ഉണക്കമുളക്, ഇതെല്ലാം ഇട്ട് വഴറ്റിയതിന് ശേഷം ഇനി ഇതിലേക്ക് മുളക് പൊടി, കായം, ഉലുവപ്പൊടി ഇതെല്ലാം ഇട്ടിട്ട് മൂപ്പിച്ചെടുക്കണം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ, നമ്മൾ എത്രത്തോളം ലൂബിക്ക ചേർക്കുന്നുണ്ടോ അതിനുള്ള മുളക് പൊടി നമുക്ക് മതിയാവും കേട്ടോ. ഇനി ഇതെല്ലാം മൂത്തതിന് ശേഷം നമ്മൾ വിനാഗിരി ആഡ് ചെയ്യണം. വിനാഗിരി ആഡ് ചെയ്ത് അതൊന്ന് നല്ലപോലെ തിളച്ച് ഒന്ന് വറ്റിയതിന് ശേഷമേ നമ്മൾ ലൂബിക്ക ഇടാൻ പാടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ലൂബിക്ക അതിൽ കിടന്ന് ഉടഞ്ഞു പോകാനുള്ള ചാൻസുകളുണ്ട് അച്ചാറായി കഴിയുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ലൂബിക്ക ഇട്ടതിന് ശേഷം ഒരു വട്ടം കൂടി ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യണം. അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യുന്നതിനേക്കാളും മുന്നായിട്ട് നമ്മൾ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഉപ്പും മുളകും പൊടിയും എല്ലാം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് തരുന്നത്. പിന്നെ അതുമാത്രമല്ല, നമ്മളിതിൽ വേറെ പ്രിസർവേറ്റീവ്സ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. നമ്മൾ ആകെ ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത് വിനീഗർ ആഡ് ചെയ്തിട്ടുണ്ട്, അതേപോലെ നല്ലെണ്ണ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ പഞ്ചസാരയും കൂടി ആകുമ്പോൾ ഇത് മൂന്നും നല്ലൊരു പ്രിസർവേറ്റീവ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് അധികം കാലം കേടാവാണ്ട് ഇരിക്കും. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ബൈ.